ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് പ്രതീക്ഷിച്ച പോലെ തന്നെ RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ അതിലെല്ലാ മെമ്പേഴ്സും ഏകപക്ഷീയമായി റേറ്റ് കട്ട് 25 ബേസിസ് പോയിന്റ് കുറക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് റിപ്പോ റേറ്റ് 5.25% എന്ന ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ 3 ദിവസത്തെ MPC മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഇന്ന് ഗവർണർ സഞ്ജയ് മൽഹോത്ര ഈ ഒരു റേറ്റ് കട്ട് അനൗൺസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ മറ്റു പല ചേഞ്ചസും വരുത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, ഇതിന്റെ കൂടെ തന്നെ ബാങ്കുകളിലുള്ള ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അനൗൺസ് ചെയ്തതായിട്ട് കാണാം. അതായത് ബാങ്കുകൾക്ക് അവരുടെ എക്സസ് ആയിട്ടുള്ള ഫണ്ട് ഓവർനൈറ്റ് റിസർവ് ബാങ്കിൽ സൂക്ഷിക്കുമ്പോൾ അവർക്ക് 5% എന്നുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. അതേപോലെ തന്നെ ഓവർനൈറ്റ് എമർജൻസി ആവശ്യങ്ങൾക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ള സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി അതിൻ്റെയും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തതായിട്ട് കാണാം. അത് 5.75 നിന്നും 5.5% ആയിട്ട് കുറച്ചുകൊണ്ട് മൊത്തത്തിൽ ബാങ്കിങ് മേഖലയിൽ ശക്തമായ മണി പമ്പ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറിലുള്ള RBIയുടെ സ്റ്റാൻസ് ന്യൂട്രൽ എന്ന പൊസിഷനാണ് പറഞ്ഞത്. ന്യൂട്രൽ എന്ന പൊസിഷൻ പറയുമ്പോൾ അവിടെ എക്കണോമിയിൽ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ എക്കണോമിയിൽ മണി സപ്ലൈ കുറക്കുവാനോ ഉള്ള യാതൊരു സ്റ്റാൻഡും എടുക്കാതെ ന്യൂട്രലായിട്ട് ഇതിനെ വാച്ച് ചെയ്തുകൊണ്ട് ആവശ്യമെങ്കിൽ മാത്രം ഇടപെടുന്ന ഒരു സമീപനമാണ് ന്യൂട്രൽ സ്റ്റാൻസ് വഴി ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ GDP ഔട്ട്ലുക്ക് അത് RBI ഇതിനു മുമ്പുണ്ടായിരുന്ന 6.8%-ൽ നിന്നും അത് 7.3% ആയിട്ട് ഉയർത്തിയതായിട്ടും കാണാം. കാരണം അവിടെ RBI പ്രതീക്ഷിക്കുന്നത് കമ്പനിയുടെ ഈ റോബസ്റ്റ് ഗ്രോത്ത് മൊമെന്റം അത് ഇനിയും തുടർച്ചയായിട്ട് ഉണ്ടാകുമെന്നും ഉള്ള ഒരു പ്രതീക്ഷയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് GDP ഔട്ട്ലുക്കും വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ഇൻഫ്ലേഷൻ്റെ ടാർഗറ്റും റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പേ 2.6% ആയിരുന്നു ഒക്ടോബറിൽ അനൗൺസ് ചെയ്തെങ്കിൽ അത് 2% ആയിട്ട് FY26 കുറച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ ക്വാർട്ടറിലുമുള്ള പ്രൊജക്ഷൻസും അതിലും മാറ്റം വരുത്തിയതായിട്ട് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള RBIയുടെ ഇടപെടലുകൾ മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് എടുക്കുകയും ഇന്ന് നിഫ്റ്റി 26,156 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തും കാണാം. അവിടെ ഏകദേശം 150 പോയിന്റിന്റെ ഒരു റാലിയാണ് നിഫ്റ്റിയിൽ നടന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ബ്രോഡ് മാർക്കറ്റിൽ ആ ഒരു മുന്നേറ്റം നമുക്ക് അത്രമേൽ ദൃശ്യമല്ല എന്ന് കാണാം. കാരണം അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകൾ 41% ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകൾ 53%. അതുകൂടാതെ സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും യാതൊരു ചലനവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അവിടെ സ്മോൾ ക്യാപ്പ് 0.53% ഡൗൺ ആവുകയും മൈക്രോ ക്യാപ്പ് 250 1% കൂടുതൽ ഡൗൺ ആവുകയും ചെയ്തു. ഇപ്പോൾ മിഡ് ക്യാപ്പിലും ലാർജ് ക്യാപ്പിലും മാത്രമാണ് ഈ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് ഈ റിപ്പോ റേറ്റ് കട്ട് ഏറ്റവും അധികം ഗുണകരമാകുന്ന ഒരു സെക്ടറായിട്ടുള്ള ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സെഗ്മെന്റ് അവിടെ നല്ല മുന്നേറ്റം ഉണ്ടായതായിട്ട് കാണാം. അതേപോലെ തന്നെ റേറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഓട്ടോ, റിയൽറ്റി പോലെയുള്ള സെഗ്മെന്റിലും നല്ല മുന്നേറ്റം ഉണ്ടായി. കൂടാതെ മെറ്റൽ, കെമിക്കൽ മേഖലയിലും പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. അതുപോലെ IT സെക്ടറിൽ അതിന്റെ റാലി ഇപ്പോഴും തുടരുകയാണ്. ഇന്നും 0.9%-ന്റെ ഒരു ശക്തമായ മുന്നേറ്റം ഉണ്ടായി. അപ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ ആ ഒരു വീക്ക്നെസ് ചെറിയ തോതിൽ കൂൾ ഡൗൺ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയും 89.96 എന്ന ലെവലിൽ ഇന്ത്യൻ റുപ്പി ഇന്ന് ട്രേഡ് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ ആ ഒരു ടെക്നിക്കൽ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ 26,350 എന്നുള്ള ഒരു ലെവൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവലാണ്. ആ ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഒരു ശക്തമായ റാലി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അത് 26,500-ലേക്ക് 26,700-ലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഡൗൺ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 20-ഡേ EMA റേഞ്ച് ആയിട്ടുള്ള 26,000 അതുപോലെ 25,950 എന്നീ ലെവലുകളാണ് ക്രൂഷ്യൽ സപ്പോർട്ട് ലെവലായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചെറിയ ചേഞ്ചസ് വന്നതായിട്ട് കാണാം. 26,500 ഹയസ്റ്റ് കോൾ സൈഡിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ്. പുട്ട് സൈഡിലാണെങ്കിൽ 26,000 എന്ന റേഞ്ചാണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ്. അപ്പോൾ മാർക്കറ്റിൻ്റെ ആ ഒരു റേഞ്ച് ചെറിയ തോതിൽ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു RBI റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു താൽക്കാലിക ചേഞ്ച് ആണോ അതല്ല ഈ ലെവലുകൾ നിലനിൽക്കുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട വസ്തുതയാണ്. ഇനി നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആയിട്ടുള്ള കെയ്ൻസ് ടെക്നോളജീസ് എന്ന ഷെയറിൽ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയും ആ സ്റ്റോക്കിൽ 12% ഒരു ഡിക്ലൈനാണ് ഇന്നുണ്ടായിട്ടുള്ളത്. നമുക്കറിയാം കെയ്ൻസ് ടെക്നോളജി അത് നവംബർ 2022 ലിസ്റ്റ് ചെയ്തതിന് ശേഷം 950%-ന്റെ അവിശ്വസനീയമായ റാലിയാണ് അതിൽ നടന്നത്. എന്നിട്ട് 7,822 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്ത ഒരു സ്റ്റോക്കായിരുന്നു ഇത്. ആ ഒരു ലെവലിൽ നിന്നാണ് താഴോട്ടേക്ക് വന്നിട്ട് ഏകദേശം 40% ഇടിഞ്ഞുകൊണ്ട് ഇപ്പോൾ 4,972 എന്ന ലെവലിൽ നില വന്നത്. അവിടെ നിന്ന് ഇന്ന് 12% വീണ്ടും ഇടിഞ്ഞുകൊണ്ട് 4,365 എന്ന ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഈ ഒരു ഡൗൺ ട്രെൻഡ് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കൊഡാക് സെക്യൂരിറ്റീസ് ബ്രോക്കറേജ് അവർ നടത്തിയ ചില അക്കൗണ്ട് ഓഡിറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ
വന്നിട്ടുള്ള ചില റിപ്പോർട്ടുകളാണ്. അപ്പോൾ ഇവരുടെ ഒരു ബാലൻസ് ഷീറ്റിൽ അവർ കണ്ടെത്തിയിരിക്കുന്നത് റെക്കോർഡ് ചെയ്യപ്പെടാത്ത ചില ട്രാൻസാക്ഷൻസും അതുപോലെ റിസീവബിൾസും കൂടാതെ ഗുഡ് വില്ലും അതിൻ്റെ ടാഞ്ചിബിൾ അസറ്റുമായി അത്തരം ഹെഡിങ്ങുകളിലൊക്കെ വന്നിട്ടുള്ള എമൗണ്ടുകളുമൊക്കെ കൊഡാക്ക് ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ഈ കെയ്ൻസിൻ്റെ സബ്സിഡിയറി കമ്പനി ആയിട്ടുള്ള ഇസ്ക്രാമെക്കോയുടെ ഒരു ഡിസ്ക്ലോസറിൽ അതിൽ നമ്മൾ കാണുന്നത് കെയ്ൻസ് ഇലക്ട്രോണിക് മാനുഫാക്ചറിൽ നിന്നും ഇവർ FY25 150 കോടിയുടെ ഒരു പർച്ചേസ് ചെയ്തതായിട്ട് കാണാം. അതുകൂടാതെ വർഷാവസാന കണക്കിൽ 320 കോടി ഇവർക്ക് കെയ്ൻസ് ടെക്നോളജീസ് പേബിൾ ആയിട്ടും അവിടെ കാണുന്നുണ്ട്. കൂടാതെ 150 കോടിയുടെ ഒരു പേബിൾ കെയ്ൻസ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്ങിലും ഇവരുടെ അക്കൗണ്ടിൽ കാണുന്നുണ്ട്. അതേപോലെ കെയ്ൻസ് ടെക്നോളജിയിൽ 190 കോടിയുടെ ഒരു റിസീവബിൾസും ഇവരുടെ അക്കൗണ്ടിൽ കാണുന്നുണ്ട്. അതായത് ഈ ഒരു സബ്സിഡിയറി കമ്പനി ആയിട്ടുള്ള ഇസ്ക്രാമെക്കോയിലാണ് ഇത്തരത്തിലുള്ള എൻട്രികൾ കാണുന്നത്. എന്നാൽ ഈ ഒരു എൻട്രി കെയ്ൻസ് ടെക്നോളജിയുടെയോ അല്ലെങ്കിൽ കെയ്ൻസ് ഇലക്ട്രോണിക്സിൻ്റെയോ ആ ഒരു ബാലൻസ് ഷീറ്റിൽ കാണാൻ കഴിയുന്നില്ല. സബ്സിഡിയറി കമ്പനികൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് അത് പേരന്റ് കമ്പനിയുടെ അക്കൗണ്ടിൽ കാണാതെ സബ്സിഡിയറി കമ്പനിയുടെ അക്കൗണ്ടിൽ മാത്രം കാണുന്നതാണ് സംശയമുണർത്തിയിരിക്കുന്നത്. ഇത് കൂടാതെ ഗുഡ് വില്ലും അതേപോലെ ടാഞ്ചിബിൾ അസറ്റുകളുടെ കാര്യത്തിലുമൊക്കെ ഈ രീതിയിലുള്ള പല ഡിസ്ക്രിപ്റ്റൻസീസും കണ്ടുപിടിച്ചതായിട്ടും അവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ കെയ്ൻസ് ടെക്നോളജി നൽകിയിട്ടുണ്ട്. എന്നാൽ മാർക്കറ്റ് അതിനെ മുകളിലേക്ക് എടുത്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു ക്രാഷ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ JP മോർഗൻ പോലുള്ള ഇൻ്റർനാഷണൽ ബ്രോക്കറേജ് അതുകൊണ്ട് തന്നെ ഇതിന് ബോട്ടം ഫിഷിംഗ് അവോയ്ഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ബോട്ടം ഫിഷിംഗ് എന്ന് പറയുമ്പോൾ ആവറേജ് ചെയ്യുന്നത്, അതായത് ഇത് ഡിപ്പിൽ ആവറേജ് ചെയ്യുക എന്നൊരു കാര്യം ഇപ്പോൾ ചെയ്യരുതെന്ന് അവരുടെ ഇൻവെസ്റ്റേഴ്സിന് വാർണിംഗ് ചെയ്തതായിട്ടും കാണാം. അപ്പോൾ JP മോർഗൻ ഈ ഒരു സ്റ്റോക്കിൽ ഓവർ വെയിറ്റ് പൊസിഷൻ കൊടുത്തിട്ടുള്ള ഒരു ബ്രോക്കറേജ് ആണ്. JP മോർഗൻ ഇൻവെസ്റ്റേഴ്സിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അടുത്ത ക്വാർട്ടറിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഈ കെയ്ൻസ് പരിഹരിച്ചുകൊണ്ട് അവരുടെ Q3 റിസൾട്ട് വരുന്നത് വരെ കാത്തിരിക്കാനാണ് അവർ ഇൻവെസ്റ്റേഴ്സിനോട് പറയുന്നത്. ഏതായാലും കെയ്ൻസ് പോലെയുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഈ ഒരു കാര്യം ഗൗരവമായിട്ട് എടുക്കുമെന്നും അവർ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിൽ പോലും ഇതിൻ്റെ ഡൗൺ ട്രെൻഡ് ഒരു സ്റ്റാബിൾ ആകുന്നത് വരെ ഈ സ്റ്റോക്കിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. അതുപോലെ ഇന്ന് 7% ഒരു ഡൗണിൽ പോയ ഒരു സ്റ്റോക്കായിരുന്നു HUL. അപ്പോൾ അതിൻ്റെ കാരണം HULൻ്റെ ഡീമേർജറാണ്. അപ്പോൾ നമുക്കറിയാം HUL അതിൻ്റെ ഐസ്ക്രീം ബിസിനസ് ആയിട്ടുള്ള ക്വാളിറ്റി വാൾസ് ലിമിറ്റഡ് ഡീമേർജ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഡീമേർജർ സ്കീം ഈ 2025 ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അത് മെയ്യിലാണ് അതിൻ്റെ എക്സ്ചേഞ്ച് അപ്രൂവൽ ലഭിച്ചത്. ഈ ഡിസംബർ 1 ഇത് ഡീമേർജർ പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഐസ്ക്രീം ബിസിനസ് ഈ FMCG ബിസിനസ്സിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഈ ഒരു ക്വാളിറ്റി വാൾ എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്ത സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്കുകളിൽ പ്യുവർ ഐസ്ക്രീം പ്ലേയിലുള്ള ആ ഒരു ബിസിനസ്സിലുള്ള ഒരേ ഒരു കമ്പനിയായിട്ട് മാറുകയാണ്. അപ്പോൾ നുവാമ ഇക്വിറ്റീസൊക്കെ പ്രതീക്ഷിക്കുന്നത് 50-55 എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ക്വാളിറ്റി വാൾ ലിമിറ്റഡ് ലിസ്റ്റ് ചെയ്യുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി മാസത്തിലായിരിക്കും ഇതിൻ്റെ ലിസ്റ്റിംഗ് നടക്കുക എന്നും അവർ പ്രവചിക്കുന്നുണ്ട്. ഇതുപോലെ ഇന്ന് നല്ലൊരു മൂവ് നടന്ന സ്റ്റോക്കാണ് ശ്രീറാം പിസ്റ്റൺസ് എന്ന് പറയുന്ന സ്റ്റോക്ക്. ഇപ്പോൾ ഈ കമ്പനി ഒരു അക്വിസിഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ് ഈ സ്റ്റോക്കിൽ മുന്നേറ്റം ഉണ്ടാകാൻ കാരണം. അപ്പോൾ ഇവർ ആന്റോലിൻ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ കമ്പനിയുമായിട്ടുള്ള ഒരു അഗ്രിമെൻറ്റിൽ എത്തിയതായിട്ട് കാണാം. അവിടെ അവർ ഇന്ത്യയിൽ ആ ആന്റോലിൻ്റെ ലൈറ്റിംഗ് ഇന്ത്യ പ്രൈവറ്റ്, അതുപോലെ ഗ്രൂപ്പോ ആന്റോലിൻ ഇന്ത്യ പ്രൈവറ്റ്, അതുപോലെ ഗ്രൂപ്പോ ആന്റോലിൻ ചെക്കാൻ പ്രൈവറ്റ് ലിമിറ്റഡ്, ഈ 3 എൻറ്റിറ്റികളെയാണ് ഇവർ അക്വിസിഷനിലൂടെ ഏറ്റെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓട്ടോ കമ്പോണൻസ് മേഖലയിലുള്ള വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ടുള്ള ശ്രീറാം പിസ്റ്റൺസ് ഈ ഒരു കമ്പനികളെ ഏറ്റെടുക്കുന്നതോടുകൂടി അവരുടെ ആ ഒരു പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ വളരെ സ്ട്രോങ് ആകാനുള്ള സാധ്യതയാണ്. പ്രത്യേകിച്ച് ഈ പുതിയ കമ്പനികൾ മോഡുലർ ഹെഡ്ലൈനേഴ്സ്, സൺവൈസേഴ്സ്, ഡോർ പാനൽസ്, സെൻട്രൽ ഫോൾ കൺസോൾസ്, അതുപോലെ ഓവർഹെഡ് കൺസോൾ, അങ്ങനെ വെഹിക്കിൾ കമ്പോണൻസിൻ്റെ പല മേഖലയിലും പ്രസൻസ് ഉള്ള കമ്പനികളെ ഏറ്റെടുക്കുന്നതോടുകൂടി ഈ കമ്പനിയുടെ ഗ്രോത്ത് സാധ്യത വളരെയധികം വർദ്ധിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്താണ് ഈ സ്റ്റോക്കിൽ ഒരു മുന്നേറ്റം നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഷെയറുകൾ, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.